ആവണിപ്പൂരങ്ങിൻ്റെ 2ാം ദിവസം വൈകിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. നല്ല തകൃതിയായി ചെണ്ടമേളം നടക്കുന്ന സമയത്താണ് ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുന്നത്. ആ പൊരിവെയിലത്തും ആ ചെണ്ടമേളം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അത്രയും പേര് ആ ഗ്രൗണ്ടിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ വെയിൽ കണ്ടാലേ തലകറങ്ങി വീണ എനിക്ക് പോലും നല്ല ആവേശമായി. ചെണ്ട കൊട്ട് ആസ്വദിക്കുന്ന ആളുകൾ മാത്രമല്ല കേട്ടോ, അവിടെ 2 ആനകളും കൂടി ഉണ്ട്. ഒറിജിനലിലെ വെല്ലുന്ന നല്ല ഉഗ്രൻ ആനകൾ. അടുത്തത് ചെന്നൈയിലെ മലയാളി അംഗസംഘടനകളുടെ കെട്ടുകാഴ്ചയാണ്. അതിനുള്ള ഒരുക്കങ്ങളാണ് ഈ കാണുന്നത്. ഈ ഒരു ആവേശവും ഒരുക്കങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ലേ, ആവണിപ്പൂരങ്ങ് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെന്നൈ മലയാളീസ് എത്രത്തോളം വെയിറ്റ് ചെയ്യായിരുന്നു എന്ന്. ഈ കെട്ടുകാഴ്ചയിൽ ഏറ്റവും നല്ല ടീമിന് പ്രൈസുണ്ട്. എന്തായാലും ജഡ്ജസ് കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, കാരണം എല്ലാതും ഒന്നിനൊന്നും മെച്ചമായിരുന്നു. തലേ ദിവസത്തെ എല്ലാ പ്രോഗ്രാമുകളും അതിഗംഭീരമായിരുന്നു എന്ന് അവിടെ എല്ലാവരും പറഞ്ഞു കേട്ടപ്പോൾ അത് മിസ്സാക്കിയല്ലോ എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ കെട്ടുകാഴ്ചയിൽ അണിനിരുന്നത് സത്യം പറഞ്ഞ ഒരു വ്യത്യസ്ത അനുഭവം തന്നെയായിരുന്നു. ദേ, ഈ ചേട്ടൻ നോക്കുന്ന ഫോട്ടോയിലുള്ളത് ഞാൻ തന്നെയാണ്. ഇതിൻ്റെ കഥ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. പിന്നെ ഫുഡിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ. എന്തിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നാലും ഫുഡ് സ്റ്റാളിൻ്റെയും ഫുഡിൻ്റെയും വീഡിയോ എടുക്കാൻ ഞാൻ മറക്കാറേ ഇല്ല. ഫുഡൊക്കെ അടിപൊളി ടേസ്റ്റായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറും നിറച്ചാണ് മെഗാ ഷോ കാണാൻ വേണ്ടി വന്നത്. നല്ല തിരക്കായിരുന്നു. നമ്മുടെ മിഥുൻ രമേശ്, റിമി ടോമി, അഫ്സലിക്ക, മഞ്ജരി, അങ്ങനെ നോബിച്ചേട്ടൻ, അങ്ങനെ ഒരുവിധം എല്ലാ കലാകാരന്മാരെയും നമുക്ക് ഈ സ്റ്റേജിൽ ഒരുമിച്ച് കാണാൻ പറ്റി. നമ്മുടെ പ്രസീത ചാലക്കുടിയും കൂടി അങ്ങോട്ട് വന്ന് പാടാൻ തുടങ്ങിയപ്പോൾ പിന്നെ എല്ലാവരുടെ കൺട്രോൾ അങ്ങോട്ട് പോയി എന്ന് പറയാം. ആർപ്പും വിളിയും ഡാൻസും എല്ലാം കൂടിയിട്ട് ഡാൻസ് അറിയാത്ത ആൾക്കാർ വരെ ഭയങ്കര കളിയായിരുന്നു. ഞാൻ പിന്നെ വീഡിയോ എടുത്ത് നടക്കാവുകൊണ്ട് എനിക്ക് ഡാൻസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി നോക്കുമ്പോൾ കൊമ്പനും പോവാന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അടുത്ത ആവണിപ്പൂരങ്ങിനെ കാണാമെന്ന് പറഞ്ഞ് ഞാനും പോന്നു.